കടയിൽ ഞാൻ ഐസ്ക്രീമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. ഐസ്ക്രീമും കൊണ്ട് ഇയാൾ ഇതിലേ ഇടയ്ക്കൊക്കെ പോകാറുണ്ട് കേട്ടോ. ആ ഹോണടി കേട്ടാൽ പിന്നെ ഒരുന്ന് വാങ്ങിയേ പറ്റും. ഇന്ന് കുറച്ച് വൈകുന്നേരം ആയിപ്പോയി കേട്ടോ അയാൾ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും അലറിൻകുട്ടനും കടയൊക്കെ തുറന്നിരിക്കുമ്പോഴാണ് അയാൾ വന്നത്. അലറിൻകുട്ടൻ എന്നോട് ഐസ്ക്രീമിൻ്റെ കാര്യമൊന്നും അല്ല കേട്ടോ പറയുന്നത്. പുഴയെന്ന് ഓസ് വഴി കുറച്ച് ചെമ്മീൻ്റെ കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ പിടിച്ച് വെയിലത്ത് വെച്ച് അത് ചത്തുപോയല്ലോ അമ്മയെന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. അവൻ ചൂടല്ലെങ്കിലും നന്നായിട്ട് വെള്ളം കുടിക്കും കേട്ടോ. അങ്ങനെ ഇന്ന് എനിക്ക് വത്തക്ക ജ്യൂസ് വേണം, ഞാൻ തന്നെ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് കുറച്ച് വത്തക്ക എടുത്ത് കൊണ്ടുവന്ന് ചിരണ്ടി ഗ്ലാസ്സിലൊക്കെ ഇട്ട് പഞ്ചസാരയൊക്കെ ഇട്ട് അമ്മയൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് എനിക്ക് തന്നെ. അമ്മ ഉണ്ടാക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഞാൻ ഉണ്ടാക്കിയാണെന്ന് പറഞ്ഞിട്ട് അവൻ പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാ, അങ്ങനെ അങ്ങ് സമ്മതിച്ചു കൊടുക്കാന്നല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യത്തിൽ. അങ്ങനെ ഞാനും അലറിൻകുട്ടനും കൂടെ ഈ ചൂട് സമയത്ത് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ഗ്ലാസ് വത്തക്ക വെള്ളം അങ്ങോട്ട് കുടിച്ചു കേട്ടോ. ഞങ്ങളിങ്ങനെ വത്തക്ക വെള്ളമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് കുടിക്കുമ്പോഴാണ് ലീല ചേച്ചി വന്നത്. ലീല ചേച്ചി നേരത്തെ ഒരു ചക്ക കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ വറുത്തിട്ട് അലറിൻകുട്ടനെ കൊണ്ടുവന്നതാണ്. ഇതൊക്കെ കാണുമ്പോഴാണ് ഡയറ്റിനെയൊക്കെ ഒതുക്കി ഒരു സൈഡിലേക്ക് നിർത്താൻ തോന്നുന്നത്. അച്ചാച്ചൻ ഒരു പഴുത്ത കൊലയായിട്ട് കടയിലോട്ട് വന്നിട്ടുണ്ടായിരുന്നു. 2 ദിവസം മുമ്പ് ഒരു ചക്ക പഴുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ കടയിൽ ആകെ മണമായിരുന്നു കേട്ടോ. അതൊക്കെ വെട്ടി ഞങ്ങൾ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, പിന്നെ കാണാം.